ഞാൻ കടൽ സദ്യ ഓർഡർ ചെയ്തു. ഒരു കല്യാണം കഴിക്കാൻ എന്ത് പാടല്ലേ. പോസ്റ്റർ ഒന്നും നോക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടുത്തെ പൂരിയുടെ ഷേപ്പ് കുറച്ച് ഡിഫറെന്റ് ആണ്. അഡൾട്ട് ആണെങ്കിൽ എന്താവും ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം കണ്ടു കാണും. ഞങ്ങളിപ്പോൾ ഗുരുവായൂരിലാണ്. ഗുരുവായൂർ ടെമ്പിൾ ദർശനത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോവാണ് ഞങ്ങളുടെ ജേർണി ഫ്രം ഗുരുവായൂർ ടു ബാംഗ്ലൂർ. അപ്പൊ അതിനു മുമ്പ് രാവിലെ ഹോട്ടലിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് മിസ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ ഒരു ഫീൽ ഒന്ന് വേറെ അല്ലേ. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. വരൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഞങ്ങളപ്പോ കുളിച്ചില്ല. കുളിക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോവാണ്. കാരണം അത് മിസ്സാക്കാൻ പറ്റില്ല. രാവിലെ 9-9:30 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പൊ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് റെഡി ആവാം, എന്നിട്ട് ഇവിടെ തിരിക്കാം. ചലോ ചലോ. ഇതാണ് സ്റ്റെർലിങ്ങിനകത്തുള്ള റെസ്റ്റോറൻറ്റ് ഏരിയ. ഇതിന് മുമ്പ് ഞാൻ സ്റ്റെർലിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ സെയിം ഹോട്ടലിനെ പറ്റി. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഡീറ്റെയിൽസ് പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് മൊത്തം കളക്ഷൻസ് ആണ് പ്ലേറ്റിൻ്റെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വരെ എത്തി ഗൈസ്. ഒരാൾ കഴിച്ചു തുടങ്ങി. ഇവിടുത്തെ പൂരിയുടെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. റൗണ്ട് ഷേപ്പ് അല്ല, ഹാഫ് പൂരിയാണ്. ഇതെന്താടാ ദോശയോ ഇഡ്ഡലി? അപ്പൊ എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ വെഡിങ് ഷൂട്ടിംഗ് നടക്കുക, ഫോട്ടോഷൂട്ട്. ഒരു സമയത്ത് ഇതെല്ലാം ഞാനും ചെയ്തതാണ് ഗൈസ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു കല്യാണം കഴിക്കാൻ എന്ത് പാടല്ലേ. അപ്പൊ ഇതുപോലുള്ളൊരു വെഡിങ് ഫോട്ടോഷൂട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ വീഡിയോസ് എല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ ജേർണി തുടങ്ങി ഇനി ബാംഗ്ലൂരിലേക്ക്. അയ്യോ, എപ്പോഴും വെക്കേഷൻ കഴിഞ്ഞ ഒരു സാഡാണ്. എന്തായാലും ഞാൻ വരണ വഴിക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് ഒന്നും അറിഞ്ഞില്ല. 40-50 സ്പീഡില് പൊക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ റോഡൊക്കെ നോക്കി എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ആക്ച്വലി കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ട് സൈഡും ഗ്രീനറി അല്ലേ. ബാംഗ്ലൂരിൽ അത് മിസ്സാവും. അത് ഇവിടെ ബാംഗ്ലൂരിൽ കിട്ടാറില്ല. ഇവിടെയാണ് ഇത് പ്രോപ്പർലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പൊ 15-20 എന്ന സ്പീഡിൽ സ്ലോലി വണ്ടി ഓട്ടിക്കുകയാണ്. ഭയങ്കരം തന്നെ. മുമ്പിൽ ഒരു റേഞ്ച് റോവർ പോണുണ്ട്. അതാണെങ്കിൽ ഒരു പോക്കാണ്. അതുമല്ല, വണ്ടിയിൽ ആദ്യോഗി വെച്ചു. ആക്ച്വലി എന്റെ ഓട്ടിപ്പിന് ഇപ്പോ ആദ്യോഗി മൂവ് ആവില്ല. അതുകൊണ്ട് ഞാൻ 3mm ടേപ്പിൽ ഒട്ടിച്ചില്ല. ഞാൻ ആക്ച്വലി 3mm ക്ലോത്തിന്റെ മുകളിൽ ഇപ്പോഴത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇതുവരെ മൂവ് ആയില്ല. അപ്പൊ ബാംഗ്ലൂർ ചെന്നിട്ട് നമുക്ക് ഒട്ടിക്കാം ആദ്യോഗിനെ. മുന്നിൽ 2 ബസ് വന്നു, ജാമായി. ഇനി ഞാൻ വണ്ടി കൊണ്ട് പോകണം, സൈഡിൽ നിർത്താം. ആക്ച്വലി ഞാൻ ഇത്രയ്ക്ക് നാരോ റോഡിൽ ഒട്ടിച്ചിട്ട് യൂസ്ഡ് ആവുന്നതേ ഉള്ളൂ. അയ്യോ, ये रोड में 50 का स्पीड में चला के आया है आने के टाइम पे, पता है? വരണ വഴിക്ക് ഞാൻ 40-50 വന്ന. ആക്ച്വലി എനിക്ക് ആ സമയത്ത് തലവേദനയായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വരണ വഴിക്ക് എപ്പം ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഈ വഴി തിരിച്ചു വരുമ്പോഴത്തേക്കും ഗുരുവായൂരപ്പനാണ് ഒട്ടിച്ചു വരാറ്. 0.4 kilometer. Keep straight on this road. About 5.4 kilometer. Keep straight on this road. ഒരു പരുന്ത്. പോസ്റ്റർ ഒന്നും നോക്കാൻ പറ്റില്ല ഗൈസ്. നോക്കിയാ വൈഫിനെ നടി കിട്ടും. ഇവിടെ അഞ്ചലിരുന്ന് എല്ലാവരുടെയും വീടിന്റെ കൗണ്ട് എടുക്കുകയാണ്. നല്ല നല്ല വീട്. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലൊന്ന് സെറ്റിൽ ആയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തൊക്കെ കാഴ്ചയല്ലേ. ആക്ച്വലി ഞാൻ കാൽ ആക്സിലറേറ്ററിലേ പോകുന്നില്ല. മൗണ്ടൈൻ കണ്ട് 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 ഞാൻ അങ്ങനെ പയ്യെ പോവാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് പുറകിൽ വണ്ടിയും ഇല്ല. റോഡ് ഭയങ്കര പീസ്ഫുള്ളാണ്. ആരും ഹോൺ അടിക്കുന്നില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ റോഡ് കൾച്ചർ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ബാംഗ്ലൂരിലെ വളരെ കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ടണലിന്റെ അകത്ത് കയറാൻ പോവുകയാണ്. ആക്ച്വലി ഒരു കിടു സംഭവം കേട്ടോ രാത്രി വണ്ടി ഓടിക്കാനായിട്ട്. അകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ ടണൽ ഇത്ര സംഭവമാണ്. അഡൾട്ട് ടണൽ എന്താവും ആലോചിച്ച് നോക്കിയേ. എന്തൊരു സുഖം. ഒരു സംഭവം തന്നെ കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു കിടു ഫീൽ തന്നെയാണ്. ഒരു ഫോറിൻ കൺട്രിയിൽ എത്തിയ പോലെയാണ്. പക്ഷെ നല്ല വൃത്തി ഉണ്ടാക്കി. ഇത് കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഡെവലപ്മെന്റ് വരുന്നതിൽ. ബട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം നടക്കും. ബട്ട് എന്തായാലും ദിസ് ലുക്സ് റിയലി നൈസ്, അമേസിംഗ്. ഞങ്ങളൊരു റെസ്റ്റോറന്റ് തപ്പി പോവാണ്. കുറച്ച് ഡീവിയേഷൻ ആണ്. ആക്ച്വലി പാലക്കാടിന്റെ ഫേമസ്
ഒരു നോൺ വെജ് റെസ്റ്റോറന്റ് ആണെന്നാണ് പറഞ്ഞത്, കാതൽ. അപ്പൊ തപ്പി പിടിച്ച് പോവാണ്, കുറച്ച് ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ നോക്കാം. പക്ഷെ ഇന്ന് റോഡ് മുഴുവൻ ആക്ച്വലി ആരുമില്ല. അവിടെ തപ്പിപ്പിടി ഏറ്റവും റെസ്റ്റോറന്റ് അടച്ചിട്ടുണ്ടാവും, ദൈവത്തിന്. അങ്ങനെ പാലക്കാടിന്റെ വഴികളിലൂടെ അവർ ഡെയിലി ഡയറി സഞ്ചരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറന്റ് എത്തി ഗൈസ്. റെസ്റ്റോറന്റ് പേരാണ് കാതൽ. അപ്പൊ ഇവിടുത്തെ മീൻ കറി കഴിച്ചു നോക്കാം. കാതൽ പോലെ തന്നെ സ്വീറ്റ് ആവും നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തെ റിവ്യൂ പ്രകാരം ബിരിയാണി, സീ ഫുഡ് ഇതെല്ലാം ഇവിടുത്തെ ഫേമസ് ആണ്. ഇതിന്റെ റേറ്റിംഗ് നല്ലതായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നതാണ്. അപ്പൊ നോക്കാം നമുക്ക് അകത്ത് പോയിട്ട്. അപ്പൊ വന്ന് ഗൈസ്, ആക്ച്വലി ഞാൻ കടൽ സദ്യ ഓർഡർ ചെയ്തു. അഞ്ജലി പ്രോൺസും പിന്നെ പറോട്ടയും ഓർഡർ ചെയ്തു. കടൽ സദ്യ. ഇപ്പൊ ഇത് മൊത്തം ഫിഷാണ്. ഇത് റൈസ്, പിന്നെ അഞ്ജലി പ്രോൺസ് റോസ്റ്റും പറോട്ടയും ഓർഡർ ചെയ്തു. ഇപ്പൊ കഴിച്ചിട്ട് പറയാം. എത്ര നാളത്തേക്ക് കിട്ടാന്നറിയും. ആക്ച്വലി ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫുഡ്? സൂപ്പർ കിടു. ഞങ്ങൾ അങ്ങനെ ഇപ്പോ ഞാൻ കടൽ സദ്യ, അഞ്ജലി പറോട്ട ആൻഡ് പ്രോൺസ് കറി കഴിച്ച് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്ക് വരികയാണെങ്കിൽ, പാലക്കാട് സൈഡിൽ വരികയാണെങ്കിൽ, റെസ്റ്റോറൻറ്റ് പേരാണ് കടൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ വരിക, പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പീസാണ്. ബാംഗ്ലൂർ വരെ പോണം. 500-600 കിലോമീറ്റർ ഉണ്ട് ഇനിയും. In 200 meters, keep left and then keep right. പൊരിഞ്ഞ വണ്ടിയോട്ടമാണ് ഗൈസ്. ധർമ്മഗിരി 181 കിലോമീറ്റർ. എൻ്റെ വീട്ടിന്റെ ബൗണ്ടറി എത്താറായി. 191. ചവിട്ടി ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ മാറിയത്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി 11:30-12 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് മൊത്തം ബാംഗ്ലൂർ വരെ എത്താനായിട്ട്. അതും സേലം കഴിഞ്ഞതിന് ശേഷം ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് ഒരു ഹോട്ടലിന് അടുത്തായിട്ട് നിർത്തി. ആ ഒരു ബ്രേക്ക് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. പിന്നെ ഡയറക്റ്റിങ് പോരുമായിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫീസിൽ ലോഗിൻ ചെയ്യാനായിരുന്നു. ബട്ട് ലക്കിലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ 6:30 ലോഗിൻ ചെയ്തു. രാത്രി 12 മണിക്ക് വന്നതിന് ശേഷം അത് ഇത്രയും ദൂരം ഓട്ടിച്ച് അഞ്ജലി 10:30 ലോഗിൻ ചെയ്തു. അപ്പോൾ ഇപ്പം സമയം 5 മണിയായി. 3:30 ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ്ലി പോയി മുടി വെട്ടി. ആക്ച്വലി ലക്കിലി എൻ്റെ അപ്പാർട്ട്മെൻറ്റ് അകത്ത് തന്നെ ഒരു സലൂണുണ്ട്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് മുടി വെട്ടാനൊക്കെ പോവാം. അപ്പോൾ ഒത്തിരി കഥ പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഇനി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി വീട്ടിൽ വന്നു കയറിയതിന് ശേഷം പെറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് കാണണ്ടേ. സൺകണൂറിനെ കാണാനില്ല, എവിടെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുമല്ല, ഞങ്ങളുടെ ഗുരുവായൂരിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം എഫേർട്ട് ഈ വീഡിയോയുടെ പിന്നിലുണ്ടെന്ന്. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നു, ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റു, എന്നിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. About to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.